ഈ കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ട്ണറുടെ സ്വത്തിനെ അത് ബാധിക്കുമോ? പാർട്ട്ണർ ഇൻഡിവിജ്വൽ ആയിട്ട് അത് ലയബിൾ ആവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എവിടം വരെയാണ് ഉള്ളത്? ഒരു പാർട്ട്ണർക്ക് അങ്ങനെ ലയബിലിറ്റി വന്നാൽ പക്ഷേ കോടതിയിൽ നിന്ന് എക്സിക്യൂഷൻ വന്നിട്ട് ആ പണം കമ്പനിയുടെ മാനേജർ അടയ്ക്കുന്നില്ലെങ്കിൽ ആ മാനേജർക്കെതിരായിട്ട് ട്രാവൽ ബാൻ ഇടാനും അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി. നമ്മൾ കഴിഞ്ഞ ഒരു 1-2 എപ്പിസോഡുകളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ ചില കമ്പനികൾ അതിൻ്റെ ഡ്യൂ ഡിലിജൻസ് പരിശോധിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. അതിനുശേഷം ഒട്ടനവധി കോളുകൾ മറ്റു പല സബ്ജക്റ്റുകളെ സംബന്ധിച്ചും ബിസിനസ്സുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കൂടുതൽ സംശയ നിവാരണത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള കുറച്ച് വീഡിയോകൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതിലൊരെണ്ണമാണ് ഇന്ന് ചെയ്യുന്ന കമ്പനികൾ. ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ്? ഇപ്പോൾ UAE സംബന്ധിച്ചായാലും മറ്റു പല രാജ്യങ്ങളിലായാലും ഒക്കെ തന്നെ ഇതേ ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്. കമ്പനികളുടെ ക്ലാസിഫിക്കേഷൻസ്, അതിൽ കമ്പനികൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കമ്പനികളാണ് പറയുന്നത്. അതിലൊന്ന് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസാണ്, രണ്ടാമത്തത് സിവിൽ കമ്പനികളാണ്, മൂന്നാമത്തത് സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ കമ്പനികളെ 3ആയിട്ട് ഇവിടെ തിരിക്കുന്നുണ്ട്. ഈ കമ്പനികൾ ഇവിടെ മെയിൻലാൻഡുകളിലും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ സോണുകളുണ്ട്. ഫ്രീ സോണുകളിലും കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ മെയിൻലാൻഡിലുള്ള കമ്പനികളിൽ 51% ലോക്കൽ സ്പോൺസർ വേണം എന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ബാക്കി 49% മാത്രമാണ് നമുക്ക് എക്സ്പാർട്ടിയേറ്റ്സിന് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്നാൽ ഇന്ന് നിയമങ്ങളൊക്കെ കുറേ മാറി അതിൻ്റെ ഫലമായിട്ട് 100% ഷെയറും മെയിൻലാൻഡിലും എക്സ്പാർട്ടിയേറ്റ്സ് ഓണേഴ്സിന് തന്നെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പം LLC കമ്പനി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ്. കമ്പനിയുടെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ മീനിങ്. അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിലേക്ക് ആ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനികളിൽ ഇപ്പം ചിലപ്പോൾ ഒരു പാർട്ട്ണറായ ഒരാളായിരിക്കാം, സോൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിരിക്കാം, സോൾ ഓണർഷിപ്പിലുള്ളതായിരിക്കാം. ചിലപ്പോൾ 2-3 പാർട്ട്നേഴ്സ്, ചിലപ്പോൾ 5 പാർട്ട്നേഴ്സ് വരെ ചിലപ്പോൾ കാണാം. അപ്പോൾ ആ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണ്? അല്ലെങ്കിൽ ആ കമ്പനിയുടെ എന്ത് കാര്യത്തിനും കമ്പനിക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ കമ്പനി എപ്പോഴും ഒരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനി എപ്പോഴും കേസിൽ പ്രതിയായിട്ട് വരാം. എന്നാൽ കമ്പനിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് പാർട്ട്നേഴ്സാണോ, മാനേജറാണോ, ഡയറക്ടറാണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു കമ്പനി LLC കമ്പനി ഉണ്ടാകുമ്പോൾ ആ കമ്പനിക്ക് എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് മാനേജിങ് ഡയറക്ടേഴ്സായിട്ട് കുറച്ച് പേരെ, 1-2 പേരെ അല്ലെങ്കിൽ ഒരാളെ വെച്ചിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിലായിരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും ട്രേഡ് ലൈസൻസിനകത്ത് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലൈസൻസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവുക, മാനേജറുടെ പേര്. അപ്പം ആ മാനേജർക്കായിരിക്കും ഒരുപക്ഷെ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താനുള്ള എല്ലാ അധികാരവും ഉള്ളത് ആ മാനേജർക്കായിരിക്കാം. അല്ലെങ്കിൽ മാനേജറുടെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണറും കൂടെ ജോയിൻ്റ് ആയിട്ട് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ബാങ്കിൻ്റെ ചെക്ക് ആൻഡ് ക്യാഷ് ചെയ്യാനും പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കൂ എന്ന തരത്തിലും നിബന്ധനകൾ വെക്കാം. എന്തായാലും ഇതിനകത്ത് പ്രധാനമായും പലരുടെയും ചോദ്യം, ഒരു കമ്പനിയിൽ വെറും പാർട്ട്ണർ മാത്രമാണ് ഒരു വ്യക്തി. ഈ കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ആ പാർട്ട്ണറുടെ സ്വത്തിനെ അത് ബാധിക്കുമോ? പാർട്ട്ണർ ഇൻഡിവിജ്വലായിട്ട് അത് ലയബിൾ ആവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് അങ്ങനെയുള്ള ലയബിലിറ്റി ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വണ്ണം തന്നെ കമ്പനി നടത്തുന്ന ഏത് ഡീലുകളിലും സാമ്പത്തിക ഇടപാടുകളിലും എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കാനുള്ള കേസിലായാലും മറ്റേത് കേസിലായാലും ലയബിലിറ്റിയുടെ പേരിൽ ആദ്യത്തെ പ്രതിയായിട്ട് വരുന്നത് കമ്പനി തന്നെയാണ്. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്. രണ്ടാമതിനകത്ത് പ്രതിയായി വരുന്നത് മാനേജരാണ്. മാനേജർ എങ്ങനെയാണ് പ്രതിയായി വരുന്നത്? കമ്പനിക്കെതിരായിട്ട് കേസ് കൊടുത്ത് കമ്പനിക്കെതിരായിട്ട് വിധി വരുന്നു, ജഡ്ജ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ആ ജഡ്ജ്മെൻറ്റ് വെച്ചുകൊണ്ട് എക്സിക്യൂഷൻ ഫയൽ ചെയ്യുന്നു ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുള്ള വ്യക്തി. ആ എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ പണം അടയ്ക്കേണ്ട ചുമതല കമ്പനിക്കാണ്. കമ്പനി ആരാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ മാനേജരാണ്. അപ്പോൾ ആരാണ് പണം അടയ്ക്കേണ്ടി വരുന്നത്? കമ്പനിയുടെ മാനേജർ കമ്പനിക്ക് വേണ്ടി പണം അടയ്ക്കണം. കമ്പനിയുടെ ആക്ടിവിറ്റി എല്ലാം നടന്നു പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കോടതിയിൽ നിന്ന് എക്സിക്യൂഷൻ വന്നിട്ട് ആ പണം കമ്പനിയുടെ മാനേജർ അടയ്ക്കുന്നില്ലെങ്കിൽ ആ മാനേജർക്കെതിരായിട്ട് ട്രാവൽ ബാൻ ഇടാനും അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പനിയുടെ അസറ്റ്സ് എന്തുണ്ടോ അസറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാം.
അതുപോലെ കമ്പനിയുടെ പേരിൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ കാറുകൾ വരാം, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം, ഒട്ടനവധി അതുപോലുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മാനേജർക്കെതിരായിട്ട് തിരിയാൻ പറ്റും. അപ്പം മാനേജർ റെസ്പോൺസിബിൾ ആണ്, കമ്പനിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട്. എന്നാൽ പാർട്ട്നേഴ്സിനെതിരായിട്ട് ഇതുപോലുള്ള നടപടികൾ വരില്ല. അപ്പോൾ പാർട്ട്നേഴ്സ് ആർ ഇൻഡിവിജ്വലി നോട്ട് ലയബിൾ ഫോർ ദ ഡെപ്റ്റ് ഓർ ലയബിലിറ്റി ഓഫ് ദ കമ്പനി. എന്നാൽ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എവിടം വരെയാണ് ഉള്ളത്? ഒരു പാർട്ട്ണർക്ക് അങ്ങനെ ലയബിലിറ്റി വന്നാൽ അദ്ദേഹത്തിന്റെ ഷെയർ എത്രയാണോ ആ ഷെയറിന്റെ ലിമിറ്റുമായിട്ടുള്ള ലയബിലിറ്റി, അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് പലപ്പോഴും ആ പാർട്ട്ണർക്ക് അടയ്ക്കേണ്ടി വരുന്നില്ല. കാരണം എന്താണ്? ഓൾറെഡി അത് പെയ്ഡപ്പ് ക്യാപിറ്റലാണ്. ക്യാപിറ്റല് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയല്ല, പെയ്ഡപ്പ് ആണത്. അത് എമൗണ്ട് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചുരുക്കി പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ആർ നോട്ട് ലയബിൾ, എന്നാൽ മാനേജർ ലയബിൾ ആയിരിക്കും. ഇതാണ് LLC കമ്പനികളെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ സിവിൽ കമ്പനികളിലും സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് കമ്പനിയിലും വ്യത്യസ്തമായ നിയമങ്ങളാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.